രേഷ്മ തങ്കച്ചൻ പുതിയ പുതിയ ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ ഇവരോടുള്ള ബന്ധത്തിൽ അങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായി ലഭിച്ചിരിക്കുന്ന ന്യൂസ് നമ്മളൊക്കെ മുന്നമേ കൂട്ടി പലയാവർത്തി പറഞ്ഞതുപോലെ ബിഗ് ബോസിലേക്കുള്ള രേഷ്മ തങ്കച്ചന്റെ വാതിലടഞ്ഞു എന്നുള്ളതാണ്. അത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ വേണ്ടെന്ന് വെച്ചതൊന്നുമല്ല, പകരം രേഷ്മ തങ്കച്ചൻ തന്നെ ഉണ്ടാക്കിയ പുകിലുകൾക്കുള്ള തിരിച്ചടിയാണത്. നമുക്കറിയാം, ആ ഒരു വീട് വെച്ചു കൊടുത്തതിനോടുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള വിവാദങ്ങളെല്ലാം അത് മാപ്പ് പറഞ്ഞ് ആ പ്രശ്നം അവസാനിപ്പിച്ചിട്ട് ഫിറോസ് എന്നയാൾ മടങ്ങിപ്പോയതാണ്. പക്ഷേ അയാളെ വിടാതെ പിന്തുടർന്ന് ആക്രമിക്കുകയും പല ഇന്റർവ്യൂകളിലൂടെയും അയാളെയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെയും മാക്സിമം അവഹേളിക്കുകയും ചെയ്തപ്പോൾ ഒടുവിൽ അയാൾ നിയമ നടപടികൾക്ക് തയ്യാറായി. കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചു. 1 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് രേഷ്മ തങ്കച്ചനെതിരായി കൊടുക്കുവാൻ പോകുന്നത് എന്ന് അദ്ദേഹം പരസ്യമായി വിളിച്ചു പറഞ്ഞു. ആ ഒരൊറ്റ പ്രശ്നമാണ് ബിഗ് ബോസിലേക്കുള്ള വാതിൽ ഇപ്പോൾ അടച്ചു കളഞ്ഞത്. അതായത് കേസ് വന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും തീർച്ചയായിട്ടും രേഷ്മ തങ്കച്ചനെ ബന്ധപ്പെടും. അവർ സ്റ്റേഷനിൽ ഹാജരാകേണ്ടിയും വരും. അങ്ങനെ സംഭവിച്ചാൽ ബിഗ് ബോസിനുള്ളിൽ കയറിയതിനു ശേഷം കേസ് ഉണ്ടെന്നും പറഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ പുറത്തിറങ്ങേണ്ടി വന്നാൽ തിരിച്ചു പിന്നെ അവിടേക്ക് മടങ്ങി കയറുന്ന കാര്യം ബുദ്ധിമുട്ടാവും. ഇതൊക്കെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പുലിവാലികളാണ്. അങ്ങനെ ഒരു പുലിവാലി പിടിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ അവസാന നിമിഷത്തിൽ ബിഗ് ബോസ് അധികൃതർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് രേഷ്മ തങ്കച്ചനെ പ്രവേശിപ്പിക്കണ്ട എന്നുള്ളൊരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ബിഗ് ബോസ് പ്രേമികളായ വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് ശരിക്കും ഈ വാർത്ത ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം രേഷ്മ തങ്കച്ചൻ ബിഗ് ബോസിൽ വരണമെന്ന് തന്നെയായിരുന്നു വലിയൊരു കൂട്ടം ആൾക്കാർ ആഗ്രഹിച്ചിരുന്നത്. അത് രേഷ്മയോടുള്ള സ്നേഹം കൊണ്ടും ആരാധന കൊണ്ടും ഒന്നുമല്ല, പകരം അവരുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത് ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുതൽ വെളിപ്പെട്ടു വരും. അങ്ങനെയാവുമ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന അല്ലെങ്കിൽ റിവ്യൂ പറയുന്ന ചാനലുകൾക്കെല്ലാം നല്ല ചാകരയായിരിക്കും, കണ്ടന്റുകൾ ഇഷ്ടം പോലെ ലഭിക്കും. രേഷ്മ തങ്കച്ചന്റെ ബിഗ് ബോസിലേക്കുള്ള വാതിൽ അടഞ്ഞതോടെ ആ ഒരു അവസരമാണ് റിവ്യൂ ചാനലുകൾക്ക് നഷ്ടപ്പെടുവാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം വരെ മിക്കവാറും ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്നുകൊണ്ട് ഇതുവരെ ബിഗ് ബോസിലേക്ക് എന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ ഉറപ്പായും പോയിരിക്കും എന്നൊക്കെ രേഷ്മ അങ്ങനെ തള്ളി മറിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയായിരുന്നു രേഷ്മ ബിഗ് ബോസിൽ കയറാനുള്ള സാധ്യതയുണ്ടെന്ന്. ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും ആ വാർത്ത ആരോടും പങ്കുവെക്കാൻ പാടില്ല എന്നൊരു നിയമം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ രേഷ്മ തന്നെ പറഞ്ഞേനെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഞാൻ ഉണ്ടാവുമെന്ന്. എന്തായാലും ആ സ്വപ്നങ്ങളൊക്കെ ഇവിടെ പൊലിഞ്ഞിരിക്കുകയാണ്. അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ എല്ലാ ലക്ഷ്മണരേഖകളും മറികടന്ന് രേഷ്മ തങ്കച്ചൻ വാർത്തകൾ സൃഷ്ടിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർക്കുള്ള തിരിച്ചടികളും ആരംഭിച്ചു. ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ കണ്ടറിയണം. കഴിഞ്ഞ ചില ദിവസങ്ങളായി രേഷ്മയെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടിരുന്ന പുതിയ വാർത്ത സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ളതായിരുന്നു. കണ്ടമാനം ആൾക്കാരോട് രേഷ്മയും സുധിയും പണം കടം വാങ്ങിയിട്ടുണ്ട്. പണം കടം കൊടുത്തവർ തിരികെ ചോദിച്ചപ്പോൾ അവരോട് അപമര്യാദയായി പെരുമാറുകയും പലരെയും മാനക്കേട് പറയുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള പല വാർത്തകളും സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഷാലു പേയാടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സീക്രട്ട് ഏജന്റ് ഷാലു പേയാടിന്റെ ഒരു ഫോൺ സന്ദേശം തന്റെ വീഡിയോയിൽ കൂടി പുറത്തുവിട്ടിരുന്നു. അത് കേട്ടപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ വ്യക്തമായി. എങ്കിൽ പോലും കോവിഡ് കാലത്ത് പ്രോഗ്രാമുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയുടെ കാലമായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം. അത്തരമൊരു ദുരനുഭവത്തിൽ കൂടി മുൻപോട്ട് പോയപ്പോൾ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി സുധിയും ഭാര്യയും കൂടി പണം കടം വാങ്ങിയതായിരുന്നോ എന്നറിയുവാൻ വേണ്ടി ഒലിവ് ക്രിയേഷൻസ് ഷാലു പേയാടിനെ ഒന്ന് ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കോവിഡിന് വളരെ മുൻപ് തന്നെ ഈ പരിപാടി ആരംഭിച്ചതായിരുന്നു എന്നാണ്. അയാൾ പല ആവർത്തി കൊല്ലം സുധിയുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ട്, അതൊന്നും തനിക്ക് തിരികെ കിട്ടിയിട്ടില്ല. ഷാലു പേയാട് ഒലിവ് ക്രിയേഷനുമായി സംസാരിച്ച ആ ശബ്ദരേഖ അത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങളോട് ഈ പൈസ വിളിച്ച് ചോദിക്കുന്നു, അത് സ്ഥിരമായിട്ട് അങ്ങനെ പൈസ ചോദിച്ചു മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് നിങ്ങൾ തിരിച്ചു ചോദിച്ചിട്ടില്ലേ? അയ്യോ, ഇത് അങ്ങനെയല്ലോ. നമ്മളിങ്ങനെ ഞാൻ കൊടുക്കണതൊന്നും തിരിച്ചു വാങ്ങില്ല. ഇതാണ് എന്റെ ഒരു മൈൻഡ്. അതായത് ഞാൻ ആർക്കെങ്കിലും 100 രൂപ കൊടുത്താ ഞാൻ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുക്കൂല. ഇതാണ് പറഞ്ഞത്. കൊടുക്കും അത്ര തന്നെ. അത് തിരിച്ചു തരാതിരിക്കുക അതൊന്നും എന്റെ വിഷയമല്ല. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ ഇവര് നിങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആപ്പാവൂലേ? എനിക്കെതിരെ സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാ ഇതൊക്കെ മറ്റേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. കാരണം ഇത് കടം കൊടുത്ത പൈസ അല്ല, ഇല്ലായ്മ കൊണ്ട് ചോദിച്ചു തന്നു. കടമായിട്ട് അല്ലല്ല, കാരണം ഇതെല്ലാം കടന്നാണ്. ഞാൻ പക്ഷെ ഞാൻ ചോദിക്കൂലെന്നുള്ളേ ഉള്ളൂ. കടമായിട്ടാ ചോദിക്കണത്. മക്കളാടാ വർക്ക് അവിടെ നിന്ന് പൈസ കിട്ടിയിട്ട് തരാം എന്നാ പറയണത് പുള്ളി. അല്ല, അപ്പം നിങ്ങളെ ഇങ്ങനെ വിളിച്ച് ചോദിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു അടുപ്പം സുധിയുമായിട്ടില്ല ഉണ്ടായിരുന്നോ? ആപ്പോടെ ഞാൻ 2 ദിവസം വർക്ക് ചെയ്തുള്ള ഒരൊറ്റ ബന്ധമേ ഉള്ളൂ. അത് ശരി. ഫോട്ടോ ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തു കൊടുത്ത് ആ ഫോട്ടോക്ക് വേണ്ടിട്ട് എന്നെ വിളിക്കും, മനസ്സിലായില്ലേ?
ഓഹോ ഹോ. ആദ്യം എന്നെ വിളിച്ചതിന്റെ അന്നേ 1000 രൂപ കടം ചോദിച്ചു പുള്ളി. ഓഹോ, അത് ശരി. ആദ്യം വിളിച്ചതിന്റെ അന്നേ കടം ചോദിച്ചു. അപ്പം വേറൊരു കേസ് വരട്ടാ. ഉം. പുള്ളി ഈ ഇൻഡസ്ട്രിയിൽ കടം ചോദിക്കാത്ത ആരുമില്ല. ആ പുള്ളിക്ക് കൊടുക്കാൻ മീൻസ് പുള്ളി കടം മീൻസ് എന്ന് വെച്ചാൽ എങ്ങനെ പറയണേ, പുള്ളി പുള്ളി പൈസ കടം വാങ്ങിക്കാത്ത ഒറ്റ ആള് പോലും ഉം. ഇവരുടെ ഈ സർക്കിളിൽ ഇല്ല. അല്ല പിന്നെ ആരും അത് പറയാത്തതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിവാദത്തിലോ പോലത്തെ ഇതൊന്നും തല്ല, ഇവർക്കൊന്നും ഇതൊന്നും വലിയ ഇവൾ ഇങ്ങനെ ഈ കിടന്ന് കാണിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. മനസ്സിലാണോ നീ? അതെ 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 അതെ. ഇവൾ അല്ല എന്തുവാ കിടന്ന് കാണിക്കുന്നത്? ഇയാൾക്കപ്പം ഈ പ്രോഗ്രാം ചെയ്യുന്നതിനകത്തുനിന്ന് പൈസ കിട്ടൂല്ലേ? ഈ കിട്ടുന്ന പൈസക്ക് ഇയാൾ എന്തെടുക്കുക? അണ്ണാ ഇയാൾ ഇപ്പൊ തന്നെ 3-4 പെണ്ണുങ്ങൾ നമ്മളറിയ തന്നെ ആയില്ലേ. എത്ര പേർക്ക് ചെലവിന് കൊടുക്കണം അല്ലേ? പിന്നെ കാരണം ഇയാൾ നല്ല പെണ്ണുപിടിയനാണ്. പിന്നെ ഇതൊന്നും ആരും പറയാത്തതാണ്. ഞാൻ പിന്നെ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഇതിലോട്ട് അണ്ണാ നല്ല വെള്ളമടിയാണ്. വർക്കിന് നിൽക്കുമ്പോ വരെ വെള്ളം അടിച്ചിട്ടാ നിൽക്കുന്നത്. അതായത് ഞങ്ങളൊരു പടം ചെയ്ത സമയത്ത് അവിടെ വെള്ളം അടിച്ചിട്ടാ നിന്നാ പുള്ളി. ഓഹോ. അതായത് പുള്ളി 24 hours സ്പീഡ് വേണമെന്നേ. അത് ശരി. ഈ ഫ്ലവേഴ്സിന്റെ ഈ ഫ്ലോറിൽ പോലും പുള്ളി വെള്ളം അടിച്ചിട്ടാ പലപ്പോഴും നിൽക്കണേ. ഓഹോ. അല്ല, മരിച്ചിട്ട് നിൽക്കുന്ന ഒരാളിനെ പറ്റി നമ്മൾ അങ്ങനെ അപവാദം പറഞ്ഞ് അപരാധിക്കണല്ലോ. എന്നാ പുള്ളി ഫിറ്റാ. അല്ല പുള്ളി കിട്ടുന്ന പൈസ മൊത്തം വെള്ളം അടിക്കുക, ഈ പറഞ്ഞ പോലെ പെണ്ണ് പിടിക്കുക, ഫൈൻ, പരിപാടി കഴിഞ്ഞു. പക്ഷെ സംഭവം ഇതാണ് റിയൽ ഫാക്ട്. അതായത് ഈ രേണുവാണ് എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുള്ളത്. ഓഹോ. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എന്നെ വിളിക്കണം, ഇവൻ വിളിച്ചിട്ട് ഇവൻ ചോദിക്കും ജസ്റ്റ്, മക്കളെ പൈസ വല്ലതും ഇരിക്കണോടാ, ഒരു 1000 രൂപ എടുക്കാൻ. ഞാൻ ചേച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കണെന്നാ, അത് കൊടുക്കാണ്. പിന്നെ അവരവരെ അയ്യോ ഇല്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം എന്നെ വീഡിയോ കോളിൽ വിളിച്ചിട്ടുണ്ടെന്നാ. അല്ല, ഞാൻ നോക്കിയപ്പോ എന്റെ അടുത്ത് മാത്രമല്ലെന്ന്, എന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് വരെ ചോദിച്ചിരിക്കുന്നത്. അത് ശരി. അവന്റെ അസിസ്റ്റന്റ് പയ്യന്റെ ആകപ്പാടെ ശമ്പളം എന്ന് പറയുന്നത് 500 രൂപയാണ് ഞാൻ കൊടുക്കുന്നത്. അവന്റെ 1500 രൂപ അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത് ആൾറെഡി. അത് ശരി. കൊള്ളാം. അതാണ് സംഭവം. ഇതുപോലെ എല്ലാവരും വിളിച്ച് പുള്ളി ചോദിക്കുകയും ചെയ്യും. അസിസ്റ്റന്റ് അറ്റൻഡൻസ്, അത് പുള്ളിയുടെ ആരൊക്കെ നമ്പർ ഉണ്ട് അവരെയൊക്കെ പുള്ളി വൈകുന്നേരം വിളിക്കും. അടിച്ച് സെറ്റ് ആയിരിക്കും ആ സമയത്ത്. മനസ്സിലായില്ലേ? അപ്പം മക്കളെ എടാ വർക്കൊന്നുമില്ലടാ, ദാരിദ്ര്യം അങ്ങ് പറഞ്ഞു കളയും. പിന്നെ എന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കും. പിന്നെ ഈ കടമായിട്ട് തന്നെ കൊടുക്കണമെന്നാ. പക്ഷെ ഇതൊന്നും എനിക്ക് തിരിച്ചു കിട്ടാറില്ല ഇന്ന് വരെ. നിങ്ങളോട് ഇത് ചോദിക്കുന്നത് കോവിഡ് സമയത്താണോ? അല്ല, അതിനൊക്കെ മുമ്പാണ് നമ്മൾ തമ്മിലുള്ള കമ്പനി തന്നെ. പക്ഷെ ഇപ്പൊ പലരോടും പറയുന്നത് കോവിഡ് സമയത്ത് പ്രോഗ്രാം ഇല്ലാതെ വന്നു, ദാരിദ്ര്യമായ സമയത്തൊക്കെ. അല്ല, ഇത് ഞങ്ങൾ ഷൂട്ട് നടക്കുന്ന സമയത്ത്. അല്ലാതെ എനിക്ക് ഇയാളായിട്ട് എന്തൊരു ബന്ധം? ഞാനൊന്നും ഇവരായിട്ടൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു കമ്പനിയോ ബന്ധങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ മറ്റേ അടയും ചക്കരം കമ്പനിയോ അങ്ങനെയൊന്നും ഇല്ല. എന്നെ ആകെപ്പാടെ ഇയാളെ പരിചയപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള പറ്റ പരിചയമുള്ളൂ. പക്ഷെ ഞാൻ എങ്ങനെ പേരാണ് ഒരു 2500 ഏറ്റവും കുറഞ്ഞ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ പിന്നെ ഈ സ്ഥിരം ആയപ്പോ പ്രാവശ്യം നമ്മൾ കൊടുക്കും. രണ്ടാമത്തെ പ്രാവശ്യം നമ്മള് വീണ്ടും കൊടുക്കും. ഈ മൂന്നാമത്തെ പ്രാവശ്യം നമ്മളങ്ങ് മടിച്ചു കൊടുക്കും. ഇനി കൊടുക്കണ്ട എന്നുള്ളത് പറ്റില്ലേ. പക്ഷെ പിന്നെ വീണ്ടും ചോദിച്ചപ്പോ ഞാൻ പിന്നെ പറഞ്ഞാണ് ഇല്ലണ്ണ എന്തെങ്കിലും 30 പൈസ പോലും ഇല്ല. എന്നിട്ട് വിളിച്ചിട്ട് 300 രൂപ ചോദിച്ചു. അവസാനം 300 രൂപയല്ല, ഡയറക്റ്റ് ചോദിച്ചത് 300 അല്ലെന്നാ. ഈ 2000-3000 ചോദിച്ചിട്ടാ അവസാനം 300 രൂപയെങ്കിലും തരാൻ പറയും. മോനെ ഒരു 300. അപ്പൊ ഞാൻ പറയണ എന്തെങ്കിലും 300 രൂപ ആയിട്ട് 30 പൈസ പോലും ഇല്ലെണ്ണ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടതാ. അതിനുശേഷം പിന്നെ എനിക്ക് പൈസ നടത്തി വിളിയില്ല, ഒന്നുമില്ല. അല്ല, നമ്മളിപ്പോ മരിച്ചു നിൽക്കുന്ന ഒരാളെ പറ്റി ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പറയേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് എനിക്ക് ഇനിയിപ്പോ മറ്റേ ലൈൻ ലൈറ്റിൽ ഇരിക്കാൻ വേണ്ടിട്ട് ഈ ഇവളെന്ന് പൊക്കേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ കോൾ റെക്കോർഡ് ചെയ്തു കേട്ടോ. എന്നാ അതൊന്നും കുഴപ്പമില്ല. അല്ല അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ആവശ്യമുള്ളത് ധൈര്യമായിട്ട് ഇട്ടു. കാരണം ഞാൻ ഇത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതല്ല. അതിൽ പറഞ്ഞ സെയിം സാധനം തന്നെയല്ലേ ഞാൻ ഇതിലും പറഞ്ഞത്. അതെ തീർച്ചയായിട്ടും. വേറെ മാറ്റി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. വേറെ മാറ്റി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കാരണം ഇത് നടന്ന ഫാക്റ്റ് ആണെന്നാ. അല്ല, ഞാൻ വിളിച്ചത് നമ്മൾ ഓൾറെഡി അതിനകത്തൂടെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ട് കഴിഞ്ഞു. പക്ഷേ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്ത് പ്രോഗ്രാം ഇല്ലാതിരുന്നപ്പോൾ അന്നേരം കോവിഡ് സമയത്തൊന്നും എനിക്ക് ഇവരായിട്ടൊന്നും ഒരു ബന്ധമില്ല. കാരണം ഇവന്റെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവള് ഇറങ്ങി തിരിച്ചത്. ഇപ്പോഴും അവൾ ഇറങ്ങി തിരിച്ചത് അതിനുവേണ്ടി തന്നെയാണ്. അവള് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവൾ ഇറങ്ങി. പൈസ ഉണ്ടാക്കാന്നുള്ളതല്ല, അവൾക്ക് അവളുടെ ഡ്രീം കാണും. ഈ പറഞ്ഞ അവൾക്ക് അവളുടെ ലൈഫ് ആരും 100 രൂപ കൊടുക്കുന്നില്ല, അതൊക്കെ സത്യമാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ആരും ചുമ്മാ ഒരു 100 രൂപ കൊണ്ട് കൊടുക്കൂല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അയാളെ തന്നെ വിറ്റ് ജീവിക്കുന്നതിനോട് അയാൾ ഈ പറഞ്ഞ വലിയ സ്ട്രൈറ്റ് ഫോർവേഡ് നല്ല മനുഷ്യനൊന്നും അല്ലല്ലോ. അതെ. സ്വന്തം കുടുംബം നോക്കാത്ത മൂന്നെണ്ണം കെട്ടി മൂന്നെണ്ണം കെട്ടി ഉം. എന്തായാലും ഉം. ഏ, ഈ പറഞ്ഞ പോലെ എന്ത് പറയാ, കുടുംബം നോക്കാതെ ഇതിപ്പോ ലോകത്തെ എന്ത് വലിയ കലാകാരൻ എന്ന് പറഞ്ഞാലും സ്വന്തം കുടുംബം നോക്കാതെ എന്ത് കലാകാരനെന്നാ. അതെ അതെ അതെ. സ്വന്തം കുടുംബം നോക്കാതെ അതൊക്കെ ഒരു കയറി കിടക്കണം പോട്ടെ. 2 സെന്റ് സ്ഥലമെങ്കിലും ഇയാൾക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എന്തോരോ ഷോ ചെയ്തത് ഗൾഫിലൊക്കെ പോയാൽ എന്തോരോ ഷോ ചെയ്ത് ആ പൈസയൊക്കെ അവിടെ ഓ, അല്ലേ. അപ്പൊ എല്ലാം ഇവിടെ ഒന്നും തുറന്നടിച്ച് പോയി. അല്ലാത്തവര് പോലും അത്യാവശ്യം ഒന്നുമില്ലെങ്കിലും ഒരു എന്ത് പറയണം, നല്ലൊരു വാടക വീടെങ്കിലും അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഉം. അതെ. അല്ല, എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഈ ചേച്ചീനെയൊക്കെ ഞാൻ കണ്ടതൊക്കെ. അന്നൊന്നും ഒരു വലിയ വള്ളിക്കോലം അത്ര തന്നെ. ഈ സംസാരത്തിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസം ഈ വിഷയം പുറത്തുവിട്ടൊരു വ്ളോഗർ പറഞ്ഞതുപോലെ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുവാനുള്ള പ്രോഗ്രാമുകളൊക്കെ അയാൾക്കുണ്ടായിരുന്നു. വിദേശ രാജ്യത്ത് പോലും പോയി പരിപാടികൾ നടത്തിയിട്ടുള്ള ഒരു കലാകാരനായിരുന്നു കൊല്ലം സുധി. പക്ഷേ അമിതമായ മദ്യപാനവും പിന്നെ ചില വഴിവിട്ട ജീവിത ശൈലികളും അതുകൊണ്ട് മാത്രമാണ് അയാളുടെ കയ്യിൽ ഒരിക്കലും പണം ഉണ്ടാവാതിരുന്നത്. ആഹാരം കഴിക്കുവാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് പരിചയപ്പെടുന്ന എല്ലാ ആൾക്കാരെയും അന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഫോണിൽ ബന്ധപ്പെടുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ചെറുതും വലുതുമായി ലക്ഷക്കണക്കിന് രൂപ പലരിൽ നിന്നായി കൊല്ലം സുധിയും തന്റെ ഭാര്യയായ രേഷ്മ തങ്കച്ചനും കൂടി കളക്ട് ചെയ്തു. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഈ ഇരന്നു വാങ്ങിയ പണം കൊണ്ട് ദൂർത്തടിച്ചവർ ലാവിഷായിട്ട് ജീവിതം തള്ളി നീക്കുകയായിരുന്നു എന്നുള്ളതാണ്. പണത്തിനു വേണ്ടി സുധിയാണ് ഫോൺ വിളിക്കുന്നത്. 2-3 സെക്കൻഡുകൾ മാത്രം സംസാരിച്ചിട്ട് താൻ രേഷ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കും. ഒരു പരിചയവുമില്ലാത്ത ആളിനോട് രേഷ്മ പ്രാരാബ്ദങ്ങളുടെ കഥകൾ പറഞ്ഞു തുടങ്ങും. ഒരു സ്ത്രീ ഇരുന്നു കൊണ്ടിങ്ങനെ വേദനാജനകമായ കഥകൾ പറയുകയും ഇരക്കുകയും ചെയ്യുന്നത് കേൾക്കുമ്പോൾ മനസ്സലിഞ്ഞിട്ട് ആൾക്കാർ പൈസ കൊടുക്കാൻ തയ്യാറാകും. അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി ഇരന്നു നടന്ന ആൾക്കാർ ഒടുവിൽ പണം അവർ തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അവരെ ചീത്ത പറയുന്നു. ആരെല്ലാം അവരെ സഹായിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ഇവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായ സ്വഭാവം. അതുകൊണ്ടാണ് ഫിറോസ് വീട് പണിത് കൊടുത്തപ്പോൾ ആ വീടിനെതിരെ കുറ്റങ്ങളും കുറവുകളുമായി അയാളെ പുലഭ്യം പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങിത്തിരിച്ചത്. ഇവരുടെ ജീവിതത്തിന്റെ ഇരുണ്ട സാഹചര്യങ്ങൾ വളരെ വൈകാരികമായി ഫ്ലവേഴ്സ് ടിവിയിൽ കൂടി ശ്രീകണ്ഠൻ നായരും ലക്ഷ്മി നക്ഷത്രയും കൂടി അവതരിപ്പിച്ചപ്പോൾ ഇവരെ സഹായിക്കുവാൻ ധാരാളം ആൾക്കാർ മുൻപോട്ട് വന്നു. അങ്ങനെയാണ് ഇവർക്ക് സ്ഥലവും വീടും കിട്ടിയത്. ദോഷം പറയരുതല്ലോ, ഇതിനകത്ത് നല്ലൊരു നേട്ടം ശ്രീകണ്ഠൻ നായർക്കും ലക്ഷ്മി നക്ഷത്രയ്ക്കും കിട്ടിയിട്ടുണ്ട്. അവരുടെ ചാനലിന്റെ റേറ്റിംഗ് ആയിരുന്നു അവർക്ക് പ്രധാനപ്പെട്ട വിഷയം. അവർ ഈ കുടുംബത്തിന്റെ കഥകൾ മുഴുവനും വിറ്റ് ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കി. ഒടുവിൽ ഫ്ലവേഴ്സ് ടിവിയുടെ നേതൃത്വത്തിൽ കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു എന്ന് അവർ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിൽ കൂടി ഫ്ലവേഴ്സ് ടിവി മാക്സിമം ഹൈപ്പ് ഉണ്ടാക്കി. പക്ഷെ ശ്രീകണ്ഠൻ നായർ 10 പൈസ ഇവർക്ക് കൊടുത്തിട്ടില്ല. സ്ഥലം കൊടുത്തത് ഫാദർ നോബിൾ ഫിലിപ്പ്, വീട് വെച്ചു കൊടുത്തത് ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മ. എന്നാൽ പേരെടുത്തതോ ശ്രീകണ്ഠൻ നായരും ഫ്ലവേഴ്സ് ടിവിയും. ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്തൊരു ചാനൽ. കൊല്ലം സുധിയുടെ മരണത്തെ നല്ല രീതിയിൽ വ്യാപാരം ചെയ്തതുകൊണ്ട് ആ ചാനലും 2 ദിവസം കൊണ്ട് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് എത്തി. ചുരുക്കത്തിൽ സുധിയുടെ മരണം പലർക്കും നേട്ടമായി. അതിൽ ഏറ്റവും വലിയ നേട്ടം കൊയ്തെടുത്തത് രേഷ്മ തങ്കച്ചനാണ്. ആ കൊയ്ത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വന്തമായി സ്ഥലവും വീടും കിട്ടി. മാത്രവുമല്ല, ആ സ്ഥലത്തെയും വീടിനെയും വെച്ചുകൊണ്ടുള്ള വിവാദങ്ങളുടെ കെട്ടഴിച്ചു വിട്ട് വാർത്താ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി താൻ മാറി. ദിവസവും 2-3 ഇന്റർവ്യൂകൾ തനിക്ക് ലഭിക്കുവാൻ തുടങ്ങി. ഒടുവിൽ കൊച്ചിനെ നോക്കുവാൻ പോലും നേരമില്ലാത്ത അവസ്ഥയിൽ രേഷ്മ തിരക്കുള്ള വ്യക്തിയായി. സഹായം ചെയ്തു കൊടുത്ത മുഴുവൻ ആൾക്കാരും മണ്ടന്മാർ. രേഷ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത പച്ചക്കള്ളങ്ങൾ യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഏത് സാധാരണക്കാരനും 5 മിനിറ്റ് കൊണ്ട് ഈ കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കുവാൻ കഴിയും എന്നറിഞ്ഞിട്ടും കള്ളത്തരങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രേഷ്മയ്ക്കെതിരെ സോഷ്യൽ മീഡിയ പ്രതികരിക്കുവാൻ തുടങ്ങിയതിന്റെ കാരണവും ഇതുതന്നെയാണ്. ഇപ്പോൾ പറയുന്നത് 10 മിനിറ്റിനുള്ളിൽ അവർ മാറ്റി പറയും. ആടിനെ പട്ടിയാക്കുന്നതിൽ രേഷ്മയ്ക്ക് യാതൊരു നാണക്കേടുമില്ല. അതിനെതിരെയാണ് സമൂഹം സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷേ രേഷ്മ പറയുന്നത് താൻ സെലിബ്രിറ്റി ആകുന്നതിലുള്ള സമൂഹത്തിന്റെ അസൂയയും കുശുമ്പുമാണ് ഈ സൈബർ ആക്രമണങ്ങളുടെ എല്ലാം പിൻപിലെന്നാണ്. എന്നാൽ രേഷ്മയ്ക്കെതിരായി നമ്മളെല്ലാം സംസാരിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ രേഷ്മ പറയുന്നത് പോലെ ഇല്ലാത്ത കഥകൾ അവർക്കെതിരെ പടച്ചുവിട്ട് അവരെയും അവരുടെ കുടുംബത്തെയും തകർക്കുവാനൊന്നും ശ്രമിക്കുകയല്ല. രേഷ്മ തങ്കച്ചനെയും കൊല്ലം സുധിയെയും ചുറ്റിപ്പറ്റി ഒട്ടനവധി കഥകൾ പുറത്തു വന്നു. ഇനിയും ധാരാളം കഥകൾ പുറത്തു വരുവാനുമുണ്ട്. എന്തായാലും രേഷ്മയുടെ വളരെ പ്രധാനപ്പെട്ട ചില കള്ളങ്ങൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സുധിയുടെ മരണത്തിന് ശേഷം മുൻപോട്ട് ജീവിക്കുവാൻ വഴിയില്ലാതിരുന്ന സാഹചര്യത്തിൽ അവർ പറഞ്ഞ ചില വാക്കുകൾ അത് കർമ്മ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. വാസവ സാറ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ ഒന്ന് ഒരു ജോലിയുടെ കാര്യം ശരിയാക്കി തരാമെന്ന്, അപ്പം അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനെല്ലാം നടക്കുക. അപ്പം ഞാൻ അത് ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു സാറാണ് പറഞ്ഞത്.
ജോലി തരാമെന്ന് പറഞ്ഞു. എന്താണ് പഠിച്ചേക്കണത്? ഞാൻ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. +2 10 ഉള്ളൂ എൻ്റെ കയ്യിൽ. പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഒരു നല്ല ജോലിക്കുള്ള സാധ്യതയില്ല, +2 വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഈ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും നമുക്കറിയില്ല. അതും ഇനി അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. +2വിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും ഒക്കെ സർട്ടിഫിക്കറ്റ് മാത്രമേ കയ്യിലുള്ളൂ എന്നാണ് പറയുന്നതെങ്കിലും ഈ +2 ജയിച്ചിട്ടുണ്ടോ, ജയിച്ച സർട്ടിഫിക്കറ്റ് ആണോ കയ്യിലിരിക്കുന്നത്, ഇനി 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ, അതൊക്കെ ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. അപ്പോൾ ഈ SSLCയുടെയും +2വിൻ്റെയും സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഈ രേഷ്മ തങ്കച്ചൻ തന്നെ ഒരു പെരുങ്കള്ളം സമൂഹത്തിന്റെ മുൻപിൽ വിളിച്ചു പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. എന്താ ചെയ്തിരുന്നേ? ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറ, അല്ലെങ്കിൽ ഇവര് കളിയാക്കുക. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇനി ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം വാവക്കുട്ടം, അല്ല സോറി മാറി സുതിക്കുട്ടം പറയണ പോലെ. ഈ കണ്ട വീഡിയോയിൽ സുതിക്കൊപ്പം നിൽക്കുന്ന രേഷ്മയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സുതി മരിക്കുന്നതിന് മുൻപുള്ള വീഡിയോയാണിത്. അവിടെ താൻ പറയുന്നു താൻ ഏവിയേഷൻ കഴിഞ്ഞു, ബാംഗ്ലൂർ എയർപോർട്ടിൽ ജോലി ചെയ്തു, എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തും ജോലി ചെയ്തു. ഇത് കണ്ടിട്ട് പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏവിയേഷൻ കഴിഞ്ഞു എയർ ഇന്ത്യയിലും ബാംഗ്ലൂർ എയർപോർട്ടിലും ട്രിവാൻഡ്രത്തും ഒക്കെ ജോലി ചെയ്തയാളാണ് സുതിയുടെ മരണശേഷം ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ 10ാം ക്ലാസ്സിൻ്റെയും +2വിൻ്റെയും സർട്ടിഫിക്കറ്റ് മാത്രമേ കയ്യിലുള്ളൂ, പിന്നെ ഒരു കോഴ്സും താൻ പൂർത്തീകരിച്ചിട്ടില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നും പറഞ്ഞത്. എന്തൊക്കെയാണ് എൻ്റെ രേഷ്മ തങ്കച്ച ഈ വിളിച്ചു പറയുന്നത്? ഇനിയിപ്പോൾ ഏവിയേഷന്റെ കോഴ്സിന് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പൂർത്തീകരിക്കാത്ത ആളിന് എയർ ഇന്ത്യയിലും ഈ പറഞ്ഞ എയർപോർട്ടുകളിലുമൊക്കെ എങ്ങനെ ജോലി കിട്ടി എന്നുള്ളത് കൂടി താങ്കൾ പറയണം. അല്ല, ഇനി ഇവർക്ക് ഓർമ്മക്കുറവ് വല്ലതും ഉണ്ടോ? ഒരിടത്ത് ഒരു കള്ളം പറഞ്ഞാൽ മറ്റൊരിടത്ത് അത് മാറ്റി പറയുമ്പോൾ ലോകം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓർക്കാനുള്ള ശേഷി പോലും ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്തായാലും കാപട്യങ്ങളുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ നുണക്കൊട്ടാരങ്ങൾ അത് ഒന്നിനു പുറകെ ഒന്നായി തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരാണ് എന്ന് സമൂഹം വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ തല ഉയർത്തി നടക്കുകയാണ്. ഞാൻ രേണു സുധി, ഞാൻ ഒട്ടും താഴത്തില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഒരിക്കലും താഴരുത്, കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷേ ഇതെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ പൊളിച്ചടുക്കുവാൻ സോഷ്യൽ മീഡിയ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും.